ജീസസ് ക്രൈസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് പ്രൈസ് ബി ജീസസ് ക്രൈസ്റ്റ്. അത് പുറത്തൊക്കെ പോകുമ്പോൾ, യൂറോപ്പിലൊക്കെ പോകുന്നവർക്കും മനസ്സിലാവും ഈ പ്രൈസ് ബി ജീസസ് ക്രൈസ്റ്റ്. ഇത് മനസ്സിലായില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ പഠിച്ചു എന്നിട്ട് പുറത്തു പോയാൽ മതി കേട്ടോ. പുറത്തു പോണതിന് മുമ്പ് പഠിച്ചോ, എന്നിട്ട് പുറത്തു പോയാൽ മതി. പുറത്തുപോയി ഒരു കാര്യം അറിയാതെ, ഈശോയുടെ ഒരു കാര്യം അറിയാതെ, ഈശോയെ സ്തുതിക്കാൻ പഠിക്കാതെ പുറത്തു പോകരുത്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് ഇംഗ്ലീഷിൽ പറയണം. ഇപ്പൊ യൂറോപ്പിലൊക്കെ വിശ്വാസം നശിച്ചു പോവുക. കാരണം ആൾക്കാർ അങ്ങനെയായി, പരിസ്ഥിതി അങ്ങനെയായി, സിസ്റ്റം അങ്ങനെയായി. വിശ്വസിക്കുന്ന സിസ്റ്റം അല്ല ഇപ്പൊ. അവിശ്വാസികൾക്ക് കൂടുതൽ പ്രാബല്യം കൊടുക്കുന്ന ലോകമാണിത്. അതിവിടെ മാത്രമല്ല, യൂറോപ്പിലും അങ്ങനെ തന്നെ, ഇവിടെയും പുറത്തും ഒന്ന് തന്നെ. അവിശ്വാസികളുടെ കൂമ്പാരമായി തെറ്റുകൾ വളരെ വിപുലമായിട്ട് പറയും, വളരെ വിശാലമായിട്ട് പറയും. ശരിയാണെങ്കിൽ, സത്യമാണെങ്കിൽ പതുക്കെ പറയും. ഇതാണ് ലോകം. അവിശ്വാസികൾ കൂടുതലായി, വിശ്വാസികൾ കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസം കൂട്ടണം, ആക്സിലറേറ്റ്, സ്പീഡ് കൂട്ടണം. ആ കൂട്ടണമെങ്കിൽ നമുക്കേ സാധിക്കുള്ളൂ. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ മിഷണറിമാർ നേരത്തെ വന്നിട്ടുണ്ട്. ഇനി നമ്മളാണ് പുറത്തേക്ക് പോകുന്നത്, നമ്മൾ അങ്ങോട്ട് പോവുക. അപ്പൊ എന്ത് കൊണ്ടുപോകണം? അവരെന്ത് കൊണ്ടുവന്നുവോ അത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. അവരെന്താ കൊണ്ടുവന്നത്? ഈശോയെ കൊണ്ടുവന്നു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈശോയെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഇതിനാണ് നമ്മൾ യൂറോപ്പിൽ പോകുന്നത്. വാസ്തവത്തിൽ ഒരു മിഷണറി ആകാൻ, അവരെ ഈശോ ആരാണെന്ന് പഠിപ്പിക്കാൻ മറന്നുപോയി അവരെ പഠിപ്പിക്കാൻ. അതിനുവേണ്ടി നമ്മൾ ആദ്യ പാഠം, ഈശോ പഠിപ്പിച്ച ആദ്യ പാഠം പ്രൈസ് ബി ജീസസ് ക്രൈസ്റ്റ്, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാൻ മറ്റുള്ളവർ പറയാൻ മടിക്കരുത്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ധ്യാനത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ എന്തോ പറഞ്ഞു വെച്ചു കഴിഞ്ഞ പ്രാവശ്യം. ധ്യാന സമയത്ത് ഞാൻ എന്തോ പറഞ്ഞു വെച്ചു. എന്താ പറഞ്ഞേ? വല്ലതും ഓർക്കുന്നുണ്ടോ? ഞാൻ 3 കാര്യങ്ങൾ പറയാനാണ് ഒരുമ്പെട്ടത്. അതിൽ 2 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. പാപ വഴികളിൽ നിന്നും അകന്നു നിൽക്കാൻ 3 നിർദ്ദേശങ്ങൾ. പാപ വഴികളിൽ നിന്നും അകന്നു നിൽക്കാൻ 3 നിർദ്ദേശങ്ങൾ. ആ 3 നിർദ്ദേശങ്ങളിൽ 2 ഞാൻ പറഞ്ഞു. ഏതാണത്? അവോയ്ഡ് ദ സർക്കംസ്റ്റൻസസ്, സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതാണ് ആദ്യത്തെ നിർദ്ദേശം. ഇത് ഞാൻ പറയുന്നതല്ല, സഭാപണ്ഡിതന്മാർ പറയുന്നതാണ്. ആദ്യമേ നിങ്ങൾ പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഈ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? അതും ഞാൻ പറഞ്ഞു തന്നു. നിങ്ങളുടെ മൊബൈൽ, ഈശയിലിട്ടിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ എന്ത് ചെയ്യണം? മാറ്റിവെക്കുക. പൈശാചികമായ ചിന്തകളാണ് അത് വരുത്തുന്നതെങ്കിൽ അത് നല്ല ഉപകരണമാണ് കേട്ടോ, നല്ല ഇൻസ്ട്രുമെന്റ് ആണ്. ഞാൻ നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്, നന്നായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അതിലൊരു പിശാചും കയറിയിരിപ്പുണ്ട്. ആദ്യം തുറക്കുമ്പോൾ തന്നെ ആ പിശാച് പ്രത്യക്ഷപ്പെടും. പിന്നീടാണ് മാലാഖ വരുന്നത്. ആ പിശാച്, ആ മൊബൈൽ നിനക്ക് പാപ ഹേതു ആകുന്നെങ്കിൽ മാറ്റിപ്പിടിക്ക്. എന്തിനാണ് 30,000 40,000 രൂപ കൊടുത്തിട്ട് അത് നമ്മൾ കീശയിട്ടുണ്ട് നടക്കണം? 30,000 രൂപ 1,00,000 ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. പക്ഷെ എനിക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഇത് എന്തിനാണ് ഇത്രമാത്രം കാശ് കൊടുത്ത് ഈ സാധനം കീശയിലിട്ടുണ്ട് നടക്കണമെന്ന് എനിക്കറിയാൻ പറ്റില്ല. മാറ്റിപ്പിടിക്കുക. അത് നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്നെങ്കിൽ, എന്റെ കുഞ്ഞിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. ആ സാധനം എൻ്റെ അമ്മ, ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് അത് കണ്ടാൽ മതി, അപ്പച്ചനും അമ്മച്ചനെയും വേണ്ട.
അപ്പച്ചനെയും അമ്മച്ചയും പിള്ളേർക്ക് വേണ്ട. ഈ സാധനം ഒന്ന് കിട്ടിയാൽ മതി, അപ്പച്ചനെയും മറന്നുപോകും, അമ്മച്ചയും മറന്നുപോകും. അത്രമാത്രം പ്രബലമാണ് ഈ സാധനം നമുക്ക്. അതുകൊണ്ട് അത് പാപത്തിന് ഹേതുവാകുന്നെങ്കിൽ, പാപത്തെ വലിച്ചിഴച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിപ്പിടിക്കുക, മാറ്റിവയ്ക്കുക, പാപ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിവാകുക. അതെല്ലാവർക്കുമുള്ള സാധനമാണ് മൊബൈൽ. വേറൊരു സാധനത്തിനെ പറ്റി പറയാം. ഈ പാപ സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ പുരുഷന്മാരോടായി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് കള്ളുഷാപ്പോ ബാറോ കാണുമ്പോൾ പ്രവണതയുണ്ടെങ്കിൽ ആ അഡ്വർടൈസ്മെന്റ് ഒന്ന് മറച്ചു വയ്ക്ക്. എന്താണ് ബാർ? ഇത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മദ്യപിക്കാൻ ആലോചന വരുന്നതെങ്കിൽ അതങ്ങോട്ട് കണ്ണടച്ച് ആ ബാനറൊന്ന് മറച്ചു വയ്ക്കും. ഇതെനിക്ക് പാപക സാഹചര്യം ഉളവാക്കുന്നതാണ്. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് വിവേകവും വേണം. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്. എന്താണ് വിദ്യാഭ്യാസം? വായിക്കാൻ വിദ്യാഭ്യാസം, BAR, ഇംഗ്ലീഷും പഠിച്ചു. ഈ പഠിച്ചത് തെറ്റാണോ? ഈ പഠിച്ചതാണോ തെറ്റ്? വായിക്കുന്നത് തെറ്റാണോ? വിദ്യാഭ്യാസം എനിക്ക് ലഭിച്ചത് തെറ്റാണോ? തെറ്റല്ല. പക്ഷേ വിവേകം കുറഞ്ഞുപോയി. വിദ്യാഭ്യാസമുണ്ട്, ബാർ എന്ന് വായിക്കാൻ പറ്റി, ഭാഷ പഠിച്ചു, ഇംഗ്ലീഷും പഠിച്ചു, എന്ത് പ്രയോജനം? ഇതാണ് പാപ സാഹചര്യമെങ്കിൽ, അത് പാപത്തിലേക്ക് വീഴുന്ന ഒരു വഴിയാണെങ്കിൽ മാറ്റിപ്പിടിക്ക്, മാറ്റി നിർത്ത്. പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് വഴികൾ അടക്കുക, സാഹചര്യങ്ങൾ മറക്കുക, അടച്ചു പിടിക്കുക. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാരും പാപത്തിൽ വീഴുകയില്ല. നന്മ പ്രവർത്തികളെ പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ആരെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ? നല്ല വാക്കുകൾ പറയാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസമില്ലേ, വിവേകമില്ലേ, ഒരു ഗവേഷണം നടത്താൻ സാധ്യതയില്ലേ? ഒന്ന് ആലോചിച്ചു നോക്ക്, ഒന്ന് ഗവേഷണം നടത്തി നോക്ക്. നന്മ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്റെ ശരീരത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നന്മ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്റെ ആത്മാവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നന്മ പ്രവർത്തികൾ ചെയ്യാൻ എനിക്ക് ആലോചന തരുന്നില്ലെങ്കിൽ എന്റെ മനസ്സിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഗവേഷണം നടത്തി നോക്കാം, ഒരു ഗവേഷണം നടത്തി നോക്കുന്നേ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ദൈവത്തിങ്കിലേക്ക് അടുക്കാൻ സാധിക്കും. അവൻ സമ്മതിക്കുന്നില്ല, അവൻ സമ്മതിക്കില്ല. ആരാണ്? ഞാൻ ആദ്യത്തെ പാഠത്തിൽ പറഞ്ഞു, അവൻ ആരാണ്? ആരാണ്? ആരാണെന്ന് ഉറക്കെ പറഞ്ഞു. അവൻ ഇവിടെയൊന്നും ഇല്ലെന്നേ, ഈ കൂടാരത്തിലൊന്നും ഇല്ല, അവൻ പ്രവേശിക്കില്ല. കാരണം പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അവൻ വരില്ല. എവിടെയാണ് വരുന്നത്? പുറത്തിറങ്ങിയ നോക്ക്, പുറത്തേക്ക് ഇറങ്ങിയവര് ഇവിടെ ഇല്ലെന്ന്. നിങ്ങൾ മടിക്കണ്ട. ആരാണത്? രാജാവ്, ഷാഷ്. അവന്റെ പേരെന്താ? ഇംഗ്ലീഷിൽ അവനെ ഡെവിൾ എന്ന് വിളിക്കും. ഡെവിൾ, പിശാച്. അവൻ അകത്തളത്തിൽ പ്രവേശിച്ച് കിടക്കും. സാഹചര്യങ്ങൾ ഉളവാകുമ്പോൾ അവൻ പുറത്തേക്ക് വരും, പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിനെ പോലെ. അവൻ ഉയർത്തെഴുന്നേറ്റ് വരും. എപ്പോഴാണ്? നന്മ പ്രവർത്തികൾ നീ ചെയ്യരുത് എന്ന് പ്രചോദിപ്പിക്കാൻ. നന്മ പ്രവർത്തികൾ നീ ചെയ്യരുത്.
വേറെ എന്ത് ചെയ്യണം? അവന്റെ ഭാഷയിൽ പറഞ്ഞാൽ തിന്മ പ്രവർത്തികൾ ചെയ്യണം. ഇതവൻ നമ്മുടെ അന്തരംഗത്തിൽ പറഞ്ഞു തരും. അന്തരംഗത്തിൽ പറഞ്ഞു തരും. ആരാണ് പറയേണ്ടത്? ദൈവമാണ് പറയേണ്ടത്. പക്ഷെ ഇവൻ അകത്തളത്തിലിരുന്ന് മൗനമായിട്ട് പറയും. എളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ പറയുന്നത് നന്മ പ്രവൃത്തികൾ ചെയ്യേണ്ട, നീ തിന്മ തന്നെ ചെയ്യണം. മയക്കുമരുന്നടിച്ചിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടോ? എനിക്ക് പരിചയമുണ്ട്, കുറെ പേര് പരിചയമുണ്ട് മയക്കുമരുന്നടിച്ചിട്ടുള്ള പിള്ളേരെ. അതൊക്കെ അവർക്ക് സമയമാകുമ്പോൾ, അതായത് അതിന്റെ ഇഫക്റ്റ് കുറയുമ്പോൾ ഇവൻ കുറെ വിക്രികളൊക്കെ കാണിക്കും. ഷൂസ് ഇട്ടിങ്ങനെ തിരുമും, കൈയിട്ട് മെരുക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അവൻ ഒറ്റയാനായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കും. സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടില്ല. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ ഒറ്റയാൻ ജീവിതമാണ്. ഒറ്റയാനാരാണ്? അരിക്കൊമ്പൻ കണ്ടിട്ടില്ലേ? പത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്. ഒറ്റയാൻ. എന്താ കാരണം? അരിക്കൊമ്പൻ എപ്പോഴും ഒറ്റപ്പെട്ടേ നടക്കുള്ളൂ. ഇവൻ ആക്രമിക്കണം. അവന്റെ വാസന മറ്റൊന്നാണ്. അവന് മാലാഖയുടെ വാസനയല്ല, ചെകുത്താന്റെ വാസനയാണ്. ഇവന് ഇതിങ്ങനെ നടക്കുന്നത് ഒറ്റപ്പെട്ട ജീവിതം. ഇവർക്ക് ഒറ്റപ്പെട്ട ജീവിതമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഭക്ഷണം മേടിച്ചിട്ട് മുറിയിൽ കൊണ്ടുപോയി ഇരുന്ന് കഴിക്കും. കാരണം അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും സഹവാസം അവന് ആവശ്യമില്ല. അവൻ ഭക്ഷണം എടുത്തിട്ട് മുറിയിൽ കൊണ്ടുപോയി കഴിക്കും. ആരാണ് ഈ പ്രവണത ഉണ്ടാക്കി കൊടുത്തത്? നമ്മൾ തന്നെയാണെന്നേ. ആദ്യം ഭക്ഷണം കൊണ്ടുപോയപ്പോൾ നമ്മൾ ചോദിക്കേണ്ടതായിരുന്നു, കുഞ്ഞെ നീ എന്തിനാണ് ഭക്ഷണം ഒറ്റയ്ക്ക് പോയി കഴിക്കുന്നത്? അപ്പച്ചനുണ്ടല്ലോ, അമ്മച്ചിയുണ്ടല്ലോ, ബന്ധുക്കളുണ്ടല്ലോ, മിത്രങ്ങളുണ്ടല്ലോ, സഹോദരങ്ങളുണ്ടല്ലോ, ഒന്നിച്ച് കഴിച്ച സ്നേഹം പങ്കിടുന്നത് പോലെ അല്ലേ എന്ന് ചോദിക്കാൻ മറന്നുപോയി. നമ്മളാണ് കാരണക്കാർ. എന്നിട്ട് ഇപ്പൊ പെരയുണ്ടാക്കിയ, വീടുണ്ടാക്കി കൊടുക്കേ. ആർക്കാണ്? ചൈൽഡ് റൂം. ആ കൊച്ചു ഒറ്റയ്ക്ക് ഇരുന്ന് ആ നശിച്ച്. ചൈൽഡ് റൂം. അവൻ ഉറങ്ങാൻ, ഭക്ഷിക്കാൻ, അവന് വേണ്ടത് കാണാൻ, അങ്ങനെ മുറിയുണ്ടാക്കി കൊടുത്തിരിക്കുക. ആരാണ് കാരണക്കാര്? നമ്മൾ തന്നെയാ. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ഛൻ പഴഞ്ചനാണെന്ന് വിചാരിക്കും. പഴഞ്ചനാണെന്ന് വിചാരിച്ചു കൊള്ളട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ നല്ല നടപടിയല്ല. നമുക്ക് തന്നെ പ്രതിസന്ധി ഉണ്ടാക്കും. നന്മ ചെയ്യാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ വാർത്തെടുക്കുന്നു. സമൂഹം കേൾക്കട്ടെ. നന്മ ചെയ്യാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ വാർത്തെടുക്കുന്നു. ആലോചിക്കൂ. മൊബൈലുണ്ടല്ലോ, പറഞ്ഞു തരാൻ. എന്നാണ് കേൾക്കുന്നത്? ഞാൻ വിഷമത്തോടുകൂടി പറയുന്നു, നന്മ പ്രവർത്തിക്കാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കണം. നന്മ ചെയ്യാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുക. കാശിന് എന്താ കുറവ്? ഇവിടെ എന്താ കുറവ്? ഒരു കുറവുമില്ല ഇവിടെ. വസ്ത്രത്തിന് കുറവുണ്ടോ? ഭക്ഷണത്തിന് കുറവുണ്ടോ? ഉറങ്ങാൻ സ്ഥലമില്ലേ? വൃദ്ധന്മാരായാലും അവർക്ക് സങ്കേതമില്ലേ? എല്ലാം ഉണ്ട്. ദൈവം എല്ലാം തന്നിട്ടുണ്ട്. സമൃദ്ധിയായി തന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. എന്തിന്റെ കുറവ്? ഒന്നിന്റെ കുറവുണ്ട്, വിവേകത്തിന്റെ കുറവ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആ കുറവ് നമുക്കുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു വരികയാണ്. നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ പാപ സാഹചര്യം ഒഴിവാക്കാം. നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ പാപ സാഹചര്യം ഒഴിവാക്കാം.
ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. ബി കോൺസ്റ്റന്റ് ഇൻ പ്രയർ. ബി കോൺസ്റ്റന്റ് ഇൻ പ്രയർ. എനിക്ക് മലയാളം അറിയാൻ പാടില്ല. അർത്ഥം എന്താ? നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ഒച്ചപ്പി പറഞ്ഞ് ബലഹീനമാണ്. മനസ്സിലായോ? നമ്മുടെ ശരീരമൊക്കെ ബലഹീനമാണെന്ന്. ഒരു ചെറിയ ടെംപ്റ്റേഷൻ വന്നാൽ മതി, വീണുപോകും. ഒരു ചെറിയ ടെംപ്റ്റേഷൻ, പ്രലോഭനം വന്നാൽ മതി, വീണുപോകും. ടെംപ്റ്റിംഗ്, ഡിസീവിങ്, ഡിസ്ട്രോയിങ്. പ്രലോഭിപ്പിക്കും, നശീകരിക്കും, നശിപ്പിക്കും. ടെംപ്റ്റിംഗ്, ഡിസീവിങ്, ഡിസ്ട്രോയിങ്. നമ്മളെ നശിപ്പിക്കും. നിങ്ങൾ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാമത്തെ തിരുവചനമാണ്. വീട്ടിൽ പോയി എക്സർസൈസ് എടുത്ത് നോക്കുക കേട്ടാ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 41-ാം തിരുവചനം. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. കരങ്ങളുയർത്തി ഒരു പ്രാവശ്യം അത് പറയാം. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഒരിക്കൽ കൂടി. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രാർത്ഥിക്കാത്തവരെ കണ്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കാത്തവരുടെ മുഖം കണ്ടാൽ മനസ്സിലാവും. ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് കേട്ടോ. ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കാത്തവരുടെ മുഖം കണ്ടാൽ മനസ്സിലാവും. പ്രാർത്ഥിക്കാത്തവർക്ക് 2 സ്വഭാവങ്ങളുണ്ട്. കുറിച്ചു വെച്ചു. പ്രാർത്ഥിക്കാത്തവർക്ക് 2 സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, സുഖം വരുമ്പോൾ ദൈവത്തെ മറന്നു കളയും. കുറിച്ചു വെച്ചു. കുറെ പേരിന്ന് പ്രാർത്ഥിക്കുവേ. ഈ പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ദൈവത്തെ കൂടെ പിടിക്കുന്നവരാണോ? പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ദൈവത്തെ കൂടെ പിടിക്കുന്നവരല്ല. മനസ്സും തമ്മിൽ അടുക്കുമ്പോഴാണ് പ്രാർത്ഥനയാകുന്നത്. ആരുടെ മനസ്സടുക്കണം? എന്റെ മനസ്സ് ആരോടടുക്കണം? യേശുവിനോട് അടുക്കണം, ദൈവത്തോട് അടുക്കണം. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥിച്ചിട്ട് പോകും, അനുഗ്രഹങ്ങൾ ലഭിക്കും, സൗഭാഗ്യമുണ്ടാകും. പക്ഷെ മറന്നു പോകും സൗഭാഗ്യം വരുമ്പോൾ. ഇതാണ് പ്രാർത്ഥിക്കാത്തവന്റെ ലക്ഷണം. സൗഭാഗ്യം വരുമ്പോൾ ദൈവത്തെ മറന്നു കളയുന്ന സ്വഭാവം, സുഖം വരുമ്പോൾ ദൈവത്തെ മറന്നു കളയുന്ന സ്വഭാവം, സുഖം വരുമ്പോൾ ദൈവത്തെ അകറ്റി നിർത്തുന്ന സ്വഭാവം പ്രാർത്ഥിക്കാത്തവന്റെ സ്വഭാവമാണ്. പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അവന് സുഖം വരുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, പിതാവേ എനിക്ക് നൽകിയത് സൗഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ പറയും
ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, ദൈവത്തിന് സ്തുതിയുണ്ടാകട്ടെ. എന്നെ ഉയർത്തിപ്പിടിച്ചത്, എനിക്ക് നന്മ നൽകിയത്, എനിക്ക് സൗഭാഗ്യം തന്നത് ദൈവമേ ഞാൻ മറക്കില്ല, നീയാണ് തന്നത് പറഞ്ഞ് പ്രാർത്ഥിക്കും. മറന്നു പോകില്ല, മറക്കില്ല. രണ്ടാമതൊരു സ്വഭാവമുണ്ട് ഈ പ്രാർത്ഥിക്കാത്തവന്. രണ്ടാമത്തെ സ്വഭാവം, ദുഃഖം വരുമ്പോൾ പഴി പറയും. അവശതയിലാകുമ്പോൾ അവൻ പഴി പറയും. എന്താണ് ആദ്യത്തെ സ്വഭാവം? ആദ്യത്തെ സ്വഭാവം എന്താ? ആദ്യത്തെ സ്വഭാവം സുഖം വരുമ്പോൾ ദൈവത്തെ പാടെ മറന്നുകളയും. രണ്ടാമത്തെ സ്വഭാവം, ദുഃഖം വരുമ്പോൾ പഴി പറയും. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതാണ് സ്വഭാവം. പള്ളിയിൽ നമ്മൾ പോകാൻ ഉടുത്തൊരുങ്ങുമ്പോൾ അവിടെ നിന്ന് പറയും, മുത്തച്ഛ പോണ്, എന്നാത്തിനാ, എന്തുണ്ടാക്കാനാ, ഇത്ര നാൾ പ്രാർത്ഥിച്ചല്ല, എന്ത് കിട്ടി, മോന്തായിരിക്കണ കണ്ടില്ലേ, എന്ത് സന്തോഷം. എന്താ കാരണം? അവനെന്തോ ഇത്തിരി കാശുണ്ട്, ഇത്രേ ഉള്ളു. അവനെന്തോ ഇത്തിരി കാശുണ്ട്. ആ കാശ് പൊടിച്ച് തീരുവോളം ഇവൻ ഇത് പറഞ്ഞിട്ടേ ഇരിക്കും. പ്രാർത്ഥിക്കാൻ പോകുന്നവരെ വഴിപിഴപ്പിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വേണമെങ്കിൽ ഇത്തിരി കുടിച്ചോണ്ട് വീട്ടിൽ വരും. ആ പ്രാർത്ഥനാ സമയത്ത് എന്തെങ്കിലും അലവലാതിത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് അവന്റെയൊക്കെ സ്വഭാവം. എന്തെങ്കിലും നന്മ ചെയ്യുവോ? ഒരു ചോദ്യം അവനോട് ചോദിക്കണം. എടാ, നീ പള്ളിയിൽ പോകാതിരുന്നപ്പോൾ എന്ത് നേടി? മനഃശാന്തി നേടിയോ? നീ ബൈബിൾ വായിക്കാതിരുന്നപ്പോൾ നീ എന്ത് നേടി? എന്തെങ്കിലും നേടിയോ? ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും പരിശുദ്ധമായി ആചരിക്കണം, ദേവാലയത്തിൽ പോകണം, പ്രാർത്ഥിക്കണം, വചനം കേൾക്കണമെന്ന് ചട്ടത്തിലുള്ളതാണല്ലോ. എന്ത് നേടി പോകാതിരുന്നപ്പോൾ? എന്തെങ്കിലും നേടിയോ? ഒരു ചുക്കും നേടിയില്ല. ഒരു ചുക്കും നേടിയില്ല. നന്നായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല. വാ പൊളിച്ചാൽ പൊളിച്ച തേറി. ഇതാണോ അവൻ പഠിച്ചത്? പഠിച്ചത് ഇതാണ്. പ്രാർത്ഥിക്കാതിരിക്കുന്ന മനുഷ്യന്റെ സ്വഭാവം ഇതാണ്. സുഖം വരുമ്പോൾ ദൈവത്തെ മറന്നു കളയും, ദുഃഖം വരുമ്പോൾ ദൈവത്തെ പഴി പറയും. സുഖം വരുമ്പോൾ ദൈവത്തെ മറന്നു കളയും, ദുഃഖം വരുമ്പോൾ ദൈവത്തെ പഴി പറയും. വേണ്ട മക്കളെ, ഇതൊന്നും വേണ്ട. നമുക്ക് വേണ്ട. സുഖം വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ, ദുഃഖം വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കരങ്ങളുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ശക്തി വേണം. ദേവാലയം തല്ലിത്തകർക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നേടുമോ? ദേവാലയം തല്ലിത്തകർക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരെ അകറ്റി നിർത്താം, അത്രയല്ലേ ഉള്ളൂ. അവൻ പോയി വേറെ കൂടാരങ്ങൾ പണിയും. അവൻ പോയി വേറെ കൂടാരം പണിയും ദൈവത്തെ കാണാൻ. ദേവാലയം തല്ലിത്തകർത്തത് കൊണ്ട് ആരും ഇവിടെ പച്ച പിടിച്ചിട്ടില്ല. ദേവാലയം തല്ലിത്തകർത്തത് കൊണ്ട് ആരും പച്ച പിടിക്കില്ല. ഏതൊരു നേതാവും പച്ച പിടിക്കില്ല. ദേവാലയം തല്ലിത്തകർത്തുകൊണ്ട് മുന്നേറാമെന്ന് പരിശ്രമിക്കേണ്ട. പ്രാർത്ഥന കെട്ടടങ്ങുന്ന ഒരു സംരംഭമല്ല. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും വിശുദ്ധന്മാർ. വിശുദ്ധന്മാർ ഈ ലോകത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോകം നിലനിന്നു പോകുന്നത്. നശിക്കാതെ പച്ചപിടിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരുടെ ഒരു സംഘമുള്ളത് കൊണ്ട് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ധൈര്യമുള്ളവർ അവരാണെന്നേ. പ്രാർത്ഥിക്കുന്നവരാണ് ധൈര്യമുള്ളവർ. നമ്മൾ എന്തെങ്കിലും ആയുധങ്ങൾ കീശയിലിട്ടുണ്ടാണ് നടക്കുന്നത്.
ക്രിസ്ത്യാനികൾക്കുള്ള ആയുധം എന്താണ്? ആ ഒരു ജപമാല, അത്രയല്ലേ ഉള്ളു. വേറെ ഒന്നുമില്ല അവർക്ക്. എല്ലാ വിപ്ലവങ്ങളും തോറ്റുപോയിട്ടുണ്ട് ഈ ജപമാലയുടെ മുമ്പിൽ, ഈ പ്രാർത്ഥനയുടെ മുമ്പിൽ. വിപ്ലവങ്ങൾ തലകുത്തി വീണിട്ടുണ്ട്. വിപ്ലവങ്ങൾ. നിങ്ങള് മൊബൈലുണ്ടല്ലോ, നിങ്ങൾക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക, ഗൂഗിൾ ഒന്ന് അടിച്ചു കൊടുക്കുക. ഡയലോഗ്സ് ഓഫ് ദ കാർമലൈറ്റ്സ്. ഡയലോഗ്സ് ഓഫ് ദ കാർമലൈറ്റ്സ്. കർമ്മലീത്താക്കാരുടെ സംസാരം. ഡയലോഗ്സ് ഓഫ് ദ കാർമലൈറ്റ്സ്. ഗൂഗിളിൽ കിട്ടും നിങ്ങൾക്ക്. ഇതൊരു സംഭവം നടന്നു 1794 ജൂലൈ 17 സംഭവിച്ചു. ഫ്രഞ്ച് വിപ്ലവം കൊടികുത്തി വാഴുന്ന ആ സമയം, ഫ്രഞ്ച് വിപ്ലവം അതിന്റെ ഉഗ്രസ്ഥായിൽ വന്നത് 1794. വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. വൈദികരെയൊക്കെ തുറുങ്കിലടച്ചു. പ്രാർത്ഥനാലയങ്ങൾ തല്ലിത്തകർത്തു. കന്യാസ്ത്രീകളുടെ മഠങ്ങളെല്ലാം തല്ലിത്തകർത്തു. അവസാനമായി 1794 ഒരു മഹാസംഭവം നടന്നു. ജൂലൈ 17 16 കന്യാസ്ത്രീകളെ തെരുവിൽ കൊണ്ടുവന്നിട്ട് കൊന്നുകളഞ്ഞു. എന്താ, എങ്ങനെയാണെന്നാണ് നിങ്ങൾ കേട്ട് കാണും. ഗില്ലറ്റിൻ. ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഇപ്പൊ ഒരു ഷേവിംഗ് സെറ്റ് ഉണ്ട്, ഗില്ലറ്റിൻ. ഇത് ഇങ്ങനെ എടുത്താൽ എല്ലാം മുറിഞ്ഞു പോകും. ഈ ഗില്ലറ്റിൻ കണ്ടുപിടിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്താണ് ഗില്ലറ്റിൻ കണ്ടുപിടിച്ചത്. എന്തിനാ? സൗകര്യമായിട്ട് ആളുകളെ കൊന്നൊടുക്കാൻ വേണ്ടി. അതിന്റെ ഒരു ഉപകരണമാണ്. നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈസി ആയിട്ട്, ചിലവ് കൂടാതെ മനുഷ്യനെ കൊല്ലുന്ന ഒരു ഉപകരണം. 1794 മഠങ്ങൾ പൂട്ടി, ദേവാലയങ്ങൾ തകർത്തു, അച്ഛന്മാരെയൊക്കെ തുറുങ്കിലടച്ചു. അവസാന കഥണ്ണി മിണ്ടാമടത്തിലേക്ക് അവർ കയറി. മിണ്ടാമടം കണ്ടിട്ടുണ്ടോ? മിണ്ടാമടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ഞങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ 4 മിണ്ടാമടങ്ങളുണ്ട് കർമ്മലീത്താക്കാരുടെ. ഒന്ന് കോലയാടുണ്ട്, ഒന്ന് തിരുവല്ലയിലുണ്ട്, ഒന്ന് എരമല്ലൂരുണ്ട്, ഒന്ന് കോട്ടയത്തുണ്ട്. 4 മിണ്ടാമടങ്ങൾ ഞങ്ങൾക്കുണ്ട്. കോലയാട് മിണ്ടാമടം തിരുവല്ലയിലുള്ള മിണ്ടാമടം, കോട്ടയത്തുള്ള മിണ്ടാമടം, അങ്ങനെ 4 മിണ്ടാമടങ്ങളാണ്. മിണ്ടാമടം എന്ന് വെച്ചാൽ ആരും മിണ്ടില്ല, സംസാരിക്കില്ല, അധികം സംസാരിക്കില്ല, പക്ഷേ സംസാരിക്കും. ആരോടാണ്? ആ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു മിണ്ടാമടമുണ്ട്. എല്ലാവരോടും സംസാരിക്കില്ല, ആവശ്യമില്ല. എല്ലാവരോടും സംസാരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളവരോട് സംസാരിച്ചേ മതിയെന്നേ നമ്മൾ പറയുന്നത് മിണ്ടാമടം എന്നാണ്. പക്ഷെ മിണ്ടാമടത്തിൽ അവർ സംസാരിക്കുന്നുണ്ട് ദൈവത്തോട്. എവിടെയാണ് മിണ്ടാമടം? നമ്മുടെ വീടുകളിലുണ്ട് മിണ്ടാമടം. നമ്മളുടെ വീടുകൾ മിണ്ടാമടമായി. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നില്ല, ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നില്ല. 7 വർഷമായി സംസാരിക്കുന്നില്ല. എന്ത് കഷ്ട! 7 വർഷമായി ഞങ്ങൾ മിണ്ടിയിട്ടില്ല. പോയി മിണ്ടാമടത്തിൽ ചേർ. മിണ്ടുന്നില്ല. അതാണ് മിണ്ടാമടം. ഈ മിണ്ടാമടം അതല്ല, മിണ്ടുന്നവരുടെ മഠമാണത്. ദൈവത്തോട് സംസാരിക്കുന്ന, മനസ്സും തമ്മിൽ ചേരുന്ന ഒരാലയം, അതാണ് ആ മിണ്ടാമടം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന, ഉച്ചസ്വരത്തിൽ പ്രാർത്ഥിക്കുന്ന, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന,
ആകുലതയിൽ പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റേഴ്സിന്റെ കൂട്ടമാണ് മിണ്ടാമടം. ഞാനത് പറഞ്ഞില്ല, ചരിത്രം ഇങ്ങനെയാണ് പോകുന്നത്. 1794 ജൂലൈ 17 16 കന്യാസ്ത്രീകളെ, ഈ മിണ്ടാമടത്തിലുള്ള കന്യാസ്ത്രീകളെ ഉന്തുവണ്ടിയിൽ കയറ്റി പാരീസ് തെരുവിൽ കൊണ്ടുവന്നു. ആരാണ്? ഒരു പട്ടാളക്കാരൻ മാക്സിമില്യൻ തോക്കുധാരിയാണ്. ഈ മിണ്ട പ്രാണികളെ 16 തള്ളുവണ്ടിയിൽ കയറ്റി പാരീസിന്റെ തെരുവിൽ കൊണ്ടുവന്ന് അതിൽ ഒരു വൃദ്ധയായ കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. ആ വൃദ്ധയായ കന്യാസ്ത്രീയെ മദർ എന്നല്ല വിളിക്കുന്നത്, മദർ പ്രയറസ് വേറെയുണ്ട്. ഈ വൃദ്ധയായ കന്യാസ്ത്രീക്ക് അധികം നടക്കാൻ പാടില്ല. അവർ ഉന്തിത്തള്ളി തള്ളുവണ്ടി കയറ്റി തെരുവിൽ കൊണ്ടുവന്നിട്ട് ആ പട്ടാളക്കാരൻ, ആ സ്ത്രീയാണെന്ന് വിചാരിക്കോ, സ്ത്രീയാണ് അവർ, അബലയാണ്, തോക്കില്ല, വാളില്ല, ബോംബില്ല, എന്നിട്ട് ഈ ബലിഷ്ഠ കരങ്ങൾ പിടിച്ച് ആ സിസ്റ്ററിനെ എടുത്ത് എറിഞ്ഞു, തെരുവിലേക്ക് എറിഞ്ഞു. സിസ്റ്ററിന്റെ കയ്യിലുണ്ട് ഒരു കൊന്ത, അവന്റെ കയ്യിലുണ്ട് എന്താണ് ആ പട്ടാളക്കാരന്റെ കയ്യിലുണ്ട് തോക്ക്. യെസ്, തോക്കുണ്ട്. ഈ സ്ത്രീയുടെ കയ്യിൽ, ഈ പരിശുദ്ധയായ കന്യാസ്ത്രീയുടെ കയ്യിൽ എന്താണുള്ളത്? ഒരു കൊന്ത. ആ മനുഷ്യന് ഒരു ദാക്ഷിണ്യമില്ലാതെ ഈ സ്ത്രീയെ എടുത്ത് എറിഞ്ഞു കളഞ്ഞു. അവൾ അവിടെ കിടന്ന് കൊന്ത ചൊല്ലുകയാണ്. പിന്നീട് മദർ പ്രയറസിനോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ, നിന്റെ മഠം പൂട്ടിയിട്ട് ഈ കന്യാസ്ത്രീകളെയൊക്കെ പറഞ്ഞു വിട്ടാൽ ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. മദർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ എല്ലാവരും ഇവിടെ കിടന്ന് മരിച്ചുകൊള്ളാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കൊടുമുടിയിലാണ് നിൽക്കുന്നത്. എന്തും ചെയ്യും ഈ പട്ടാളക്കാർ. അവരുടെ ഭരണമാണ്, ഭ്രാന്തന്മാരുടെ ഭരണമാണ്. ദേവാലയങ്ങൾ തച്ചുടയ്ക്കും, പുരോഹിതന്മാരെ തുറുങ്കിലടക്കും, കന്യാസ്ത്രീകളെ വെട്ടിക്കീറും. ഭയത്തിലാണ് അവർ ജീവിക്കുന്നത്. ഒരു കൊച്ചു കന്യാസ്ത്രീ മദർ പ്രയർസിനോട് വന്ന് പറഞ്ഞു, മദർ, നീ രക്ഷപ്പെട്ടോ, ഞാനിവിടെ നിൽക്കാം, ഞാൻ മരിക്കാം. മദർ പ്രയർസ് പറഞ്ഞു, ആരും ഇവിടെ രക്ഷപ്പെടണ്ട, നിനക്ക് വേണമെങ്കിൽ രക്ഷപ്പെട്ടോ, നീ കുഞ്ഞല്ലേ, ലോകത്തിൽ പോയാൽ നിനക്ക് ജീവിക്കാം, ഞാനിവിടെ തന്നെ നിന്ന് മരിക്കാം. ആ കുഞ്ഞു പറഞ്ഞു, ഞാൻ പോകില്ല. വെല്ലുവിളികൾ സ്വീകരിക്കാൻ അവൾ റെഡിയാണ്. ഫ്രഞ്ച് വിപ്ലവമല്ല, ഏത് വിപ്ലവം വന്നാലും തിരുസഭ വിജയിക്കും. യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്, ദൈവം വിജയിക്കും. God sees the truth but waits. ദൈവം സത്യം കാണുന്നുണ്ട്, പക്ഷേ കുറച്ച് താമസിക്കും. God sees the truth but waits. നമ്മൾ എല്ലാവരും മരിക്കും, സുനിശ്ചിതം. മരിക്കട്ടെ. ദേവാലയങ്ങൾ തല്ലി തകർത്താലും അത് തകരില്ല. എത്ര വൈദികരെ തുറുങ്കിലടച്ചാലും ആ കാരാഗ്രഹങ്ങൾ പൊട്ടി പുറത്തേക്ക് വരും. അവർ പൊട്ടിച്ചെറിയും. ആ കന്യാസ്ത്രീകളെ 16 പേരെയും അതിലിട്ട് കൊന്നു. ഏതിലിട്ട്? ഗില്ലറ്റിൻ. ആ ഉപകരണം കണ്ടുപിടിച്ചത് എന്തിനാണ്? മനുഷ്യനെ കൊല്ലാൻ വേണ്ടി. സൗകര്യപൂർവം, ചിലവില്ലാതെ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ്. എന്തിനാണ് കണ്ടുപിടിച്ചത്? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? സഭയെ തകർക്കുക, വൈദികരെ തുറുങ്കിലടക്കുക, കന്യാസ്ത്രീകളെ കശാപ്പ് ചെയ്യുക, ദേവാലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കുക. നടന്നില്ല.
ആർക്കും തോക്കും ബോംബും കടാരിയും ഒന്നും ആവശ്യമില്ല മക്കളെ, ഒന്നും ആവശ്യമില്ല. സ്നേഹത്തിന് വാളിനേക്കാൾ മൂർച്ചയുണ്ട്. സ്നേഹത്തിന് വാളിനേക്കാൾ മൂർച്ചയുണ്ട്. സ്നേഹത്തിന് ബോംബിനേക്കാൾ മൂർച്ചയുണ്ട്. സ്നേഹത്തിന് തോക്കിനേക്കാൾ മൂർച്ചയുണ്ട്. സ്നേഹത്തിന് അതാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പത്രോസേ, നീ വാൾ ഉറയിലിട്. ഇനി വാളിന്റെ പ്രയോഗം ഇവിടെ ഇല്ല. ഇനി വാൾ ആവശ്യമില്ല. വാൾ ഉറയിലിട്. പണ്ട് രാജാക്കന്മാരൊക്കെ ഈ വാളെടുത്ത് ഉപയോഗിച്ചതാണ്. എന്ത് രാജ്യമുണ്ടാക്കി ഇവിടെ? സമാധാന രാജ്യം എവിടെ? ഉണ്ടായില്ല. നെപ്പോളിയൻ ഭരിച്ചില്ലേ? സീസർ ഭരിച്ചില്ലേ? അന്നവർ പറഞ്ഞില്ലേ സീസർ സീസർ സീസർ. അതിക്ക് മുമ്പ് പറഞ്ഞില്ലേ പോംബെ പോംബെ പോംബെ. അതിന് ശേഷം പറഞ്ഞില്ലേ ബ്രൂട്ടസ് ബ്രൂട്ടസ് ബ്രൂട്ടസ്. എവിടെ ഇവരുടെ രാജ്യം? മാർക്കാന്റണിയും പോയി. മാർക്കാന്റണിയും നശിച്ചു. ഒരു സമാധാന രാജ്യവും അവർ നിർമ്മിച്ചിട്ടില്ല. ഒരു സമാധാന രാജ്യവും അവർ നിർമ്മിച്ചിട്ടില്ല. ചരിത്രമെടുത്ത് നോക്ക്. പിന്നീട് ഞാൻ ആ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് വരികയാണ്. മാക്സിമില്യൻ അവൻ സാക്ഷിയാണ്. മാക്സിമില്യൻ അവിടെ വന്നിട്ട് ഈ 16 കന്യാസ്ത്രീകളും മരിക്കുന്നതുവരെ അവൻ അവിടെയുണ്ട്. പിന്നീടൊന്ന് സംഭവിച്ചു. ഫ്രഞ്ച് വിപ്ലവം പൂട്ടി. എപ്പോഴാ? 29-ാം തീയതി, ജൂലൈ 29-ാം തീയതി ഫ്രഞ്ച് വിപ്ലവം പൂട്ടി. മാക്സിമില്യനെ അവിടെ കൊണ്ടുവന്നു. അതേ ഗില്ലറ്റിനിൽ ആളുകൾ ചേർന്ന് അവനെ കൊന്നുകളഞ്ഞു. ഒരിക്കലും ആരും വിചാരിച്ചില്ല ഇത് സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. മാക്സിമില്യനെ കൊന്നുകളഞ്ഞു. 16 കന്യാസ്ത്രീകളെ കൊന്ന അതേ ഗില്ലറ്റിനിൽ ഈ മാക്സിമില്യനെ കൊന്നുകളഞ്ഞു. ഫ്രഞ്ച് വിപ്ലവം പൂട്ടി. എന്റെ കുഞ്ഞുങ്ങളെ, ദേവാലയം തകർത്തത് കൊണ്ടോ പ്രാർത്ഥന നിർത്തിയത് കൊണ്ടോ ദൈവജനങ്ങൾ ഇവിടെ തകരുമെന്ന് വിചാരിക്കരുത്. അവർ സ്നേഹമുള്ളവരാണ്. അവർ സ്നേഹമുള്ളവരാണ്. അവർക്ക് ഒരായുധം മാത്രമേ ഉള്ളൂ: സ്നേഹം, സ്നേഹം, സ്നേഹം. പ്രാർത്ഥിക്കാതിരിക്കുന്ന മനുഷ്യനെ പറ്റി നിങ്ങൾ ചിന്തിക്കല്ലേ. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവം ശ്രവിക്കുന്നുണ്ട്. ദൈവം എഴുന്നള്ളി വരും. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും വൃഥാവിലാകില്ല. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും അത്ഭുതങ്ങൾ ലഭിക്കും. ശക്തമായി പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ കാത്തിരിക്കുക. ദൈവം എപ്പോഴും നിങ്ങൾക്ക് മറുപടി തന്നുകൊണ്ടേയിരിക്കും. ദൈവം നിങ്ങൾക്ക് എപ്പോഴും മറുപടി തന്നുകൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കാത്തവരെ പറ്റി നമ്മൾ എന്തിനാണ് ആകുലപ്പെടുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചാ പോരെ? കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ സ്ത്രീകളെ നിങ്ങൾ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും പ്രാർത്ഥിക്കണം. ഞാൻ മിക്ക പ്രസംഗങ്ങളിലും പറയാനുള്ളത് സ്ത്രീകൾക്ക് ദീർഘായുസ്സുണ്ടെന്നാണ്. സ്ത്രീകൾക്ക് ദീർഘായുസ്സുണ്ട്. കാരണം അവർ പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സുള്ളവരാണ്. പ്രാർത്ഥിക്കുന്ന മനസ്സുള്ളവരാണ്. പലയിടത്തും ഈ വൃദ്ധന്മാരുടെ സമ്മേളനം ഉണ്ടാകും. വൃദ്ധന്മാരുടെ കഴിഞ്ഞ ജൂലൈ 26-ാം തീയതി സെന്റ് അന്നമ്മയുടെ തിരുനാളായിരുന്നു. അപ്പൊ പല ഇടവകളിലും ഈ വൃദ്ധന്മാരെ കണക്കിലെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവർക്ക് ചില പാരിതോഷികങ്ങൾ, കുറെയൊക്കെ ഷോള് കൊടുത്ത്, കുറച്ചു പേർക്ക് റീത്ത് കൊടുത്ത്, ചെണ്ട് കൊടുത്ത്, ഇങ്ങനെയൊക്കെ കൊടുത്ത്. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, കുറെ പേര് അവിടെ വന്ന് നിൽപ്പുണ്ട്. ഞാൻ എണ്ണം എടുത്ത്, വിധവകൾ എത്ര, വിധവകൾ എത്ര, ഭാര്യയില്ലാത്തവർ എത്ര, ഞാനൊരു കണക്കെടുത്ത്
ഭാര്യയില്ലാത്തവരാണ് കൂടുതൽ. പുരുഷന്മാർ കുറവ്, സ്ത്രീകൾ കൂടുതൽ. ഒരു ഗവേഷണം നടത്തി നോക്കിയാൽ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ആൻസർ? ഉത്തരം എന്താ? ഉത്തരം എന്താ? പ്രാർത്ഥിക്കാത്തവരുടെ എണ്ണം ഇവിടെ കുറവാണ്, പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം ഇവിടെ കൂടുതലാണ്. പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് മക്കളെ. അതുകൊണ്ടാണ് ലോകം നശിക്കാതെ നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് കുടുംബം തകരാതെ നിൽക്കുന്നത്. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ മതി കുടുംബത്തിൽ വെളിച്ചമാകാൻ, ദീപമാകാൻ. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ മതി കുടുംബത്തിൽ വെളിച്ചമാകാൻ, ദീപമാകാൻ. മതി, അത് മതി. പ്രാർത്ഥിക്കാത്തവരെ പറ്റി നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. എന്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ല, ഭാര്യ പ്രാർത്ഥിക്കുന്നില്ല, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ മതി ദീപത്തിൽ, കുടുംബത്തിൽ വെളിച്ചമാകാൻ, ദീപമാകാൻ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ, ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പ്രസംഗങ്ങൾ, നല്ല പ്രസംഗങ്ങൾ തിരയുന്ന ഒരു മനുഷ്യനാണ്. ധ്യാനമന്ദിരങ്ങളിൽ പല പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ റാപ്സനച്ചന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ തിരയും. റാപ്സനച്ചന്റെ പല പ്രസംഗങ്ങളും എനിക്ക് ഇഷ്ടമായത് എന്താണെന്ന് വെച്ചാൽ കണ്ടന്റ് ഉണ്ട് അതിനകത്ത്, സബ്ജക്റ്റ് ഉണ്ട് അതിനകത്ത്. ഞാനിങ്ങനെ തിരഞ്ഞപ്പോ കൃപാസനത്തില് ഒരു പ്രസംഗം, കൃപാസനത്തിൽ ഒരു മനുഷ്യൻ വന്നിരുന്ന് പ്രസംഗിക്കുക. എന്താ ഹെഡിങ് കൊള്ളാം, പക്ഷെ കണ്ടന്റ് എന്താ? കൃപാസനത്തിന് എതിരായിട്ടാണ് പ്രസംഗിക്കുന്നത്. ആ മനുഷ്യന്റെ റീച്ച് കൂടുതലാ, ആ മനുഷ്യന്റെ റീച്ച് കൂടുതലാ. പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ കൃപാസനത്തെ പറ്റി അവഹേളിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അവന്റെ റീച്ച് കൂടുതലാ. എന്താ കാരണം? റീച്ച് കൂട്ടാൻ വേണ്ടി എന്തും പ്രസംഗിക്കും, റീച്ച് കൂട്ടാൻ വേണ്ടി എന്തും കാണിക്കും. അതാണ് ഇന്നത്തെ തലമുറ. എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കുക ഒരു മനുഷ്യൻ മതി. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും, ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വിചാരിക്കും പ്രാർത്ഥിക്കാത്ത മനുഷ്യരാണോ ഇതിലെന്ന്. അല്ല, പ്രാർത്ഥിക്കാത്തവർ കൂടട്ടെ, കൂടട്ടെ. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ മതി ഈ ലോകത്തിൽ വെളിച്ചമാകാൻ, ദീപമാകാൻ. പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി മാറുക. കാരണം അവൻ നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും, സംസാരിച്ചു കൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിൽ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും, അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കാത്ത മനുഷ്യനാണെങ്കിൽ അവൻ എപ്പോഴും ദൈവത്തെ പഴി പറഞ്ഞുകൊണ്ടേയിരിക്കും, ദൈവത്തെ മറന്നുകൊണ്ടിരിക്കും. പ്രാർത്ഥനയിൽ എപ്പോഴും ജാഗരൂകരായിരിക്കുവിൻ. ഇനി പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ അടുത്ത ധ്യാനത്തിൽ പറയും. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ വ്യാപൃതരായിരിക്കുക. ദൈവം നമ്മെ രക്ഷിക്കും. നമ്മുടെ കുടുംബം സംരക്ഷിക്കാൻ, നമ്മുടെ സമൂഹം സംരക്ഷിക്കാൻ, നമ്മുടെ ജീവിതം സംരക്ഷിക്കാൻ ഒരായുധം മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് തോക്കില്ല, വാളില്ല, തോക്കില്ല, വാളില്ല, ബോംബില്ല, ഒന്നുമില്ല. സ്നേഹം മാത്രമാണ് നമുക്ക് ആയുധം. ആ സ്നേഹം നമ്മൾ കരുപ്പിടിപ്പിക്കാൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമൂഹം വളരട്ടെ എന്ന് നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം.